കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മുതിർന്നവരായിരുന്നിട്ട് കൂടി ഒന്നും ആലോചിക്കാതെ പറയാൻ പാടില്ലാത്തത് നമ്മൾ പറഞ്ഞു. പാവം വസു ഇക്കാര്യങ്ങളൊന്നും അവളുടെ വീട്ടിൽ പറഞ്ഞിട്ടേയില്ല. അവളെല്ലാം ഒറ്റയ്ക്ക് സഹിച്ചു. രാത്രി മുഴുവൻ അഭിക്ക് വേണ്ടി ക്ഷേത്രത്തിൽ പൂജ ചെയ്യുമായിരുന്നു. ഇതെല്ലാം നേരിൽ കണ്ടിട്ട് ഉണ്ണിയുടെ മനസ്സും വേദനിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ഞാനാണെന്നും ഞാനിവിടെ ഇല്ലാതായാൽ അവൻ്റെ അമ്മ സന്തോഷമായിരിക്കുമെന്നും ആ കുഞ്ഞു മനസ്സിൽ ചിന്തിച്ചിട്ടാണ് അവൻ ഹോസ്റ്റലിലേക്ക് മാറിയത്. നമ്മൾ വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് ജയന്തി. അഭി തെറ്റ് മനസ്സിലാക്കി ഉണ്ണിയെ തിരികെ കൊണ്ടുവന്ന് ഒഴിച്ചാൽ നമ്മൾ ചെയ്ത പാപം അതുപോലെ തന്നെ നിൽക്കുക. അതുകൊണ്ട് നാളെ ആ പാപം നമുക്ക് കഴുകിക്കളയണം. വസുവിനോടും ഉണ്ണിയോടും നമ്മൾ രണ്ടുപേരും ക്ഷമ ചോദിക്കണം. ഏട്ടൻ ക്ഷമ ചോദിക്കാൻ പോകുന്നോ? അത് വേണ്ട, അതൊരിക്കലും ശരിയല്ല. നിങ്ങൾ കുടുംബനാഥനാണ്. അപ്പൊ നീ ചോദിക്കാമെന്നോ? അത് നിന്റെ അഭിമാനത്തിനും നല്ലതല്ല. നാളെ ഒരു ദിവസത്തേക്ക് നമ്മൾ മുതിർന്നവരാണെന്നുള്ള കാര്യം മാറ്റിവെക്കാൻ ജയന്തി. നമ്മളെല്ലാവരും ഒരു പ്രായത്തിലുള്ളവരെ പോലെ നടക്കണം. മനസ്സിലൊന്നും വെച്ചുകൊണ്ട് സംസാരിക്കരുത്. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവരെയും മനസ്സിലാക്കി നമുക്കും എല്ലാവരെയും മനസ്സിലാക്കാം. ഉണ്ണിയെ അനുവും കീർത്തിയുമായി സ്നേഹത്തിലാക്കാം. നീ നമ്മുടെ 3 മരുമക്കൾക്കും അമ്മായിയമ്മയാകാതെ അമ്മയായിരിക്കണം. അവരെ നീ സ്നേഹിക്കണം, പ്രത്യേകിച്ച് വസുവിനെ. നമ്മൾ ചെയ്ത തെറ്റുകൾ വസു മറക്കണം. സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കണം. മരുമക്കളുടെ അടുത്ത് അമ്മായി അങ്ങനെയാകാൻ പാടില്ല. ഒന്ന് അയഞ്ഞു കൊടുത്താ പിന്നെ തലേക്കേറിയാവോ ഇരിക്കുക. അങ്ങനെ ആരാ പറഞ്ഞേ? നമ്മുടെ 3 മരുമക്കളും രത്നങ്ങളാണ്. ഇതുവരെയും ഭാവന നിന്നോട് സ്നേഹത്തോടെയല്ലേ പെരുമാറിയിട്ടുള്ളൂ. അവളൊരു തെറ്റ് ചെയ്താലും അമ്മയെപ്പോലെ നീ അവളെ തിരുത്തിയിട്ടുണ്ടല്ലോ. വസുവിനോടും കാർത്തികയോടും നീ അങ്ങനെ ആയിരിക്കണം. മാത്രമല്ല, നാളെ ഒരു ദിവസമാണ് അഭി സന്തോഷത്തോടെ ഇരിക്കുന്നത്. അഭിയുടെ സന്തോഷത്തെ ഞാനും നീയും ചേർന്ന് ഇരട്ടിയാക്കണം. മനസ്സിലായോ? എന്താ ഏട്ടത്തി ആലോചിക്കുന്നേ? ഇനിയിപ്പോ ഏട്ടൻ പറഞ്ഞ പോലെ നടക്കുവോ? മരുമകളോട് സ്നേഹം കാണിക്കാൻ പോവാണോ? ഇനി വസുവിനോട് സ്നേഹത്തോടെ സംസാരിക്കോ? ഇത്രയും നാള് ഞാൻ ചെയ്ത പരിശ്രമങ്ങളെല്ലാം വെള്ളത്തിലാവോ? എന്റെ ജീവിതത്തിൽ ഒരു കൊള്ളരുതാത്ത ദിവസം ഉണ്ടെങ്കിൽ അത് നാളെ ആയിരിക്കും. ഓരോരോ വർഷവും ഇവരുടെ ചിരിയും സന്തോഷം കണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ നാളെ ഇതൊക്കെ കണ്ട് സഹിക്കണം. ഇവൾ ഇനി എഴുന്നേറ്റില്ലേ? സാധാരണ നേരത്തെ എഴുന്നേക്കുന്നതാണല്ലോ. ഇന്നിത് ഇവൾക്ക് എന്ത് പറ്റി? ഇതൊരു മോശം ദിവസം, വെറും മോശം. എന്റെ ഭർത്താവ് പോയ ദിവസം പോലെ. എന്റെ ജീവിതത്തിലെ ദുരന്തം പിടിച്ച ദിവസം. ആ ജയന്തി, നീ റെഡിയായില്ലേ? നീ എന്താ വല്ലാതിരിക്കുന്നേ? എനിക്ക് എന്ത് പറ്റിയാലും നിങ്ങൾക്ക് എന്താ? എനിക്കൊരു കുഴപ്പമില്ല ഏട്ടാ. പിന്നെ എന്താ നീ റെഡിയാകാത്തെ? ഞാൻ റെഡിയായിട്ട് തന്നെ ഇരിക്കുന്നേ. എന്താ ഇത്, ഇങ്ങനെയാണോ വരാൻ പോകുന്നേ? അത് ഞാനും കൂടെ വരണോ ഏട്ടാ? അതേന്നേ, എല്ലാരും പോകുമ്പോ നീയും കൂടെ വരണ്ടേ? എല്ലാരും പോയാ ഈ വീട് പിന്നെ ആര് നോക്കേട്ടാ? വീട് ആരെങ്കിലും എടുത്തോണ്ട് പോകും പെണ്ണേ. എന്നെ ആര് കടത്തിക്കൊണ്ടു പോകുന്ന? അന്ന് ടൂറ് പോയപ്പോ എന്നെ കൊണ്ടുപോവാതിരുന്നത്
ജന്മഗ്രഹത്തോട് നിനക്കെന്താ മോളെ ഇത്ര സ്നേഹം? ഭർത്താവും കുട്ടികളും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നോ? ഏട്ടനത് അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നേ? ഇന്ന് എല്ലാവരും കൂടി സന്തോഷത്തോടെ ഇരിക്കുന്ന ദിവസമാണ്. ആ ചിരിയും സന്തോഷവും നീയും കാണണം. അത് കാണാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. ഈ വീടിനോടും ഇവിടുത്തെ ആൾക്കാരോടും നിനക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നീയും ഈ കുടുംബത്തിലെ ഒരു അംഗമല്ലേ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ ഇവിടുത്തെ സോഫയോ ഫ്രിഡ്ജോ ഒന്നും അല്ലല്ലോ നീ. എന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക നിങ്ങള്. പോയി നന്നായിട്ട് ഒരുങ്ങിയിട്ട് വാ. നല്ല സന്തോഷത്തോടെ സുന്ദരിയായിട്ട് ഒരുങ്ങി വാ. മുഖത്തൊരു പൊട്ട് വെക്കാൻ പോലുള്ള അവസ്ഥയിലല്ല എന്നിട്ടാ ഒരുങ്ങി വരാൻ പറയുന്നേ. കുഞ്ഞുനാളിൽ നീ എത്ര സുന്ദരിയായിരുന്നോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിന്റെ ചേട്ടത്തി നിന്നെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ജീവിതം കണ്ട് ഞാൻ അസൂയപ്പെട്ടിരിക്കുക. ചെല്ലുമോളെ, പോയി പെട്ടെന്ന് ഒരുങ്ങി വാ. ശരി ഏട്ടാ. എടാ ഭാസ്കർ, അഖിൽ, ലഗേജൊക്കെ കാറിൽ വെച്ചോ. പെട്ടെന്നാവട്ടെന്നേ, സമയായി. എല്ലാരും ചേർന്ന് ഒരു കല്ലെടുത്ത് അങ്ങ് തലയിലിട്ട് കൊല്ലുന്നതാ നല്ലത്. സമയായല്ലോ, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഇനി എണീപ്പിച്ചില്ലെങ്കിൽ ലേറ്റാവും. ഏട്ടാ എല്ലാം വച്ചല്ലോ അല്ലേ? എന്തോ എനിക്കെങ്ങനെ അറിയാം? എന്താ ഏട്ടാ, ഏട്ടനല്ലേ ഡിക്കില് വെച്ചത്? നീ തന്നു, ഞാനെടുത്ത് വെച്ചു. എന്ത് തന്നു തന്നില്ല എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി നിന്റെയാ. അവിടെ പോയതിനു ശേഷം അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെട്ടാലേ അത് എന്റെ തലേ വെച്ചു തരല്ലേ. ഏട്ടൻ വലിയ ബുദ്ധിശാലിയാണല്ലോ. ഇന്ന് എന്റെ കണക്ക് തെറ്റില്ലടാ. എല്ലാ ദിവസവും ഇതുപോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും. ഇതൊക്കെ ഞാൻ എത്ര തവണ കേട്ടതാ ഏട്ടാ. എടാ അഖിലേ, ഇന്നലെ വരെ ഒരു കണക്ക്, ഇനി മുതൽ വേറൊരു കണക്ക്. ഈ ഭാസ്കറിനെ ബുദ്ധി ഉദിച്ചടാ. അല്ല ഏട്ടാ, ഇനി രാത്രി എങ്ങാനും ഏട്ടനെ ബ്രെയിൻ വാഷ് എങ്ങാനും ചെയ്താലോ? എന്താടാ കാർത്തിക നിന്നെ അങ്ങനെ വല്ലതും ചെയ്തോ? അവിടെ അങ്ങനെ സീനേ ഇല്ല. രാത്രി ഞങ്ങൾ രണ്ടുപേരും ഒരു സീരിയസ് ഡിസ്കഷനിലായിരുന്നു ഏട്ടാ. അങ്ങനെ എന്ത് ഡിസ്കഷനാടാ? അഭിയേട്ടനെയും ബസ്സും എടുത്തേയും ഒന്നാക്കുന്ന കാര്യമാ. രാത്രി ഞാനും നിന്റെ ചേച്ചിയും ഇതേ കാര്യം തന്നെയാടാ സംസാരിച്ചേ. ഈ പിക്നിക്കില് അവര് രണ്ടുപേരും തമ്മില് എങ്ങനെയെങ്കിലും ഒരു കെമിസ്ട്രി ഉണ്ടാക്കിയെടുക്കണം. റിയലി? ആ, കൈ കൊടുക്കേട്ടാ. ആ കെമിസ്ട്രി നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ഇവിടെ നിന്നോ? എങ്ങനെയാ ഏട്ടാ? ഈ യാത്ര നമുക്ക് ലവ് യാത്രയാക്കി മാറ്റാം. മനസ്സിലാവുന്ന രീതിയിൽ പറയേട്ടാ. നീ ഡ്രൈവ് ചെയ്യ, ഞാൻ നിന്റെ അടുത്ത് തന്നെ ഇരിക്കാം. അതെങ്ങനെയാ? എപ്പോഴും അഭിയേട്ടനല്ലേ മുന്നിരിക്കുന്നേ? ഇന്ന് അഭി വരുന്നതിന് മുമ്പ് നമ്മൾ കയറി മുന്നിലിരിക്കും. നിന്റെ ചേച്ചി വരുമ്പോ പിന്നിലിരുന്നോളും. അവളുടെ അടുത്ത് വസു ഇരിക്കും, വസുവിന്റെ അടുത്ത് അഭി വന്നിരിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. എങ്ങനെയുണ്ട്? 3 പേരോ? ഞെരുങ്ങി പോവില്ലേ? അപ്പോഴല്ലടാ കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നേ. ഓ അത് ശരി. കാർത്തിക എവിടെയായിരിക്കും ഇരിക്കുന്നേ? അത് അവള് അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളുടെയും കൂടെ അവരുടെ കാറിലങ്ങ് വന്നോളും. പാവൂടാ, കാർത്തികയ്ക്ക് ഫീൽ ആവില്ലേ? അത് പോട്ടേട്ടാ, നമുക്ക് അഭിയേട്ടന്റെയും വസുവേട്ടത്തിന്റെയും ഫീലിങ്സിനെ പറ്റി ചിന്തിക്കേണ്ടത്. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ചാവുമല്ലോ. ഒരു കാര്യം ചെയ്താലോ, ഭാവനെ ആ കാറിലാക്കിയിട്ട് കാർത്തിക നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നാലോ? അയ്യോ, അതെന്തെങ്കിലും ചെയ്യാവുന്നേ. അഭിയേട്ടനും വസുവേട്ടത്തിയും അവരടുത്തടുത്തിരിക്കണം, അതാ ഇമ്പോർട്ടന്റ് കാര്യം. അതാണ് മെയിൻ പോയിന്റ്. അവരുടെ ലവിന് ഇത് ടേണിംഗ് പോയിന്റ്. ഇന്ന് വലിയേട്ടന്റെ ബ്രെയിനും ബ്ലേഡ് പോലെ മൂർച്ചയേറിയതാ. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഭാസ്കറിന്റെ ബ്രെയിൻ സ്റ്റാർട്ട് ആയെന്ന്. അയ്യോ, വീണ്ടും അത് തന്നെ പറയല്ലേ ഏട്ടാ. ആരെങ്കിലും കേട്ടാലേ ഏട്ടൻ ഇതുവരെ ബ്രെയിനേ ഇല്ലെന്ന് പറയും. അയ്യോ, ടൈമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനി എഴുന്നേൽക്കാത്തെന്താ അവള്? ഇനി എണീറ്റില്ലെങ്കിൽ ആകെ പണിയാ. വസുന്ധര എണീക്ക്.
വസുന്ധര, ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. വസുന്ധര, വസുന്ധര. ഉണ്ണി, ഉണ്ണി. വസുന്ധര, എഴുന്നേക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. സമയം എന്താ ഏട്ടാ? 7:30. അയ്യോ, ഇത്രയും നേരം ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനിപ്പോ എണീപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇനിയും കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരെ വെളുത്തതുപോലെ അറിയാതെ ഇത്ര നേരം ഞാൻ കിടന്ന് ഉറങ്ങി. അറിയാതെ അല്ലേ? ഇല്ല, സന്തോഷം കൊണ്ടാ. അതുകൊണ്ടാ ഇത്ര നേരം കിടന്ന് ഉറങ്ങി. അതുപോട്ടെ, ഏട്ടൻ എന്തിനാ ഇത്രയ്ക്ക് അടുത്ത് വന്നിരിക്കുന്നേ? ഏട്ടന്റെ കൈ എന്താ എന്റെ കൈക്കുള്ളിലിരിക്കുന്നേ? നീ തന്നെയല്ലേ പിടിച്ചത്? എന്തിന്? ഇപ്പോഴും പിടിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്? സോറി. രാവിലെ ഗുഡ് മോർണിംഗ് ആണ് പറയേണ്ടത്, സോറി അല്ല. ഏട്ടൻ അതിനിടയ്ക്ക് റെഡിയായോ? ഞാൻ എപ്പോഴും റെഡിയായി. അപ്പൊ പിന്നെ അന്നേരം എന്നെ വിളിച്ചൂടായിരുന്നോ? അല്ല, നീ സ്വയം എഴുന്നേക്കുന്നു വിചാരിച്ചു. എല്ലാം അങ്ങ് സ്വയം വിചാരിച്ചാ മതിയോ? ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഏട്ടന്റെ കൈ പിടിച്ചപ്പോ ഏട്ടൻ എന്താ കൈ എടുക്കാതിരുന്നേ? ഒരു തവണ ഞാൻ കൈയെടുത്തതാ, പിന്നെയും നീ തന്നെ പിടിച്ചു വെച്ചത്. ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയത് ആരെങ്കിലും കണ്ടു കാണോ? ഇതുവരെ ആരും വന്ന് കണ്ടില്ല. ഇനി റെഡിയായില്ലെങ്കിൽ ആരെങ്കിലും വന്ന് കാണും. ആദ്യം ഞാൻ പോയി കുട്ടികളെ റെഡിയാക്കട്ടെ. ടെൻഷൻ അടിക്കണ്ട, കുട്ടികളൊക്കെ ഞാൻ തന്നെ റെഡിയാക്കി. ഇനി നീ റെഡിയായ മാത്രം മതി. കുട്ടികളെ ഏട്ടൻ റെഡിയാക്കിയെന്നോ? അതെ, നമ്മള് പിക്നിക്ക് പോവല്ലേ, അതുകൊണ്ട് അവരൊക്കെ നേരത്തെ റെഡിയായി കഴിഞ്ഞു. എന്നുവെച്ചാ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ അവരൊക്കെ എഴുന്നേറ്റോ? നീ വെറുതെ ടെൻഷൻ ആവണ്ട. നീ ആദ്യമായിട്ട് ഇത്രയും നേരം ഉറങ്ങുന്നത്. എല്ലാവരും റെഡിയായി കഴിഞ്ഞു, ഇയാളും പെട്ടെന്ന് റെഡിയാവും. എന്തു പറ്റി ആന്റി? കെട്ടിയോനെ ബലി കൊടുത്തിട്ട് ഇരിക്കുന്നത് പോലെ. അതിന് എന്റെ ഭർത്താവ് അങ്ങ് പോയല്ലോ. എന്നോ പോയ ഭർത്താവിന് വേണ്ടി ഫീൽ ചെയ്യുന്ന എന്തിനാ? ഞങ്ങളുടെ കൂടെ പിക്നിക്കിന് വരുന്നില്ലേ? അതുകൊണ്ടാ മോളെ വിഷമിച്ചിരിക്കുന്നേ. ഒരു സ്ഥലത്തും കൊണ്ടുപോവാറില്ലെന്ന് പരാതി പറയാറുണ്ടല്ലോ. ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ വേണ്ടെന്ന് പറയുന്നോ? കൂട്ടിക്കൊണ്ട് പോകേണ്ടടുത്ത് തന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ. ആവശ്യമില്ലാതെ കൊള്ളരുതാത്ത പിക്നിക്കിനൊക്കെ കൂട്ടിക്കൊണ്ടു പോയാ സങ്കടവും കരച്ചിലല്ലാതെ പിന്നെ വേറെ എന്താ വരിക? എന്താ ആന്റി, പിക്നിക് എന്ന് പറയുമ്പോ ഹാപ്പി ആവണ്ടേ? നിങ്ങൾക്കായിരിക്കും ഹാപ്പി, എനിക്കല്ല. ഈ ഫാമിലി ഇത്രയ്ക്ക് സന്തോഷിച്ചാ എനിക്ക് താങ്ങില്ല. ഞാനും ഈ ഫാമിലിയിൽ ഉള്ളതല്ലേ. ഇനി ഞാൻ ചിരിച്ചാലും നിങ്ങൾക്കത് പ്രശ്നമാവോ? നീ മാത്രം എനിക്ക് സ്വന്തം മോളെ പോലെയാ. നീ ജീവിതം മുഴുവൻ സന്തോഷിച്ചാലും ഞാൻ കണ്ടോണ്ടിരിക്കും. എന്റെ അമ്മ നിങ്ങൾക്ക് ആഭരണം തന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്റെ ചിരി സഹിക്കുന്നത്. ആ, അതെങ്ങനെ ഇങ്ങനെ മുഖത്തൂക്കി പറയുന്നേ? ഇവരുടെ ചിരി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെ അത്രയ്ക്ക് എൻജോയ്മെന്റ് ആയിരിക്കോ? നീ എന്താ ഈ പറയുന്നേ? ഒരുപാട് അങ്ങ് സന്തോഷിക്കും. അത് നിന്റെ അമ്മാവനുണ്ടല്ലോ, ദിവസവും കാലിനു മേലെ കാലെടുത്ത് വെച്ച് പത്രവും നോക്കി ചായയും കുടിച്ചോണ്ട് എപ്പോഴും ഗൗരവത്തോടെ ഇങ്ങനെ ഇരിക്കും. ഇന്ന് നീ നോക്കിയോ, തുള്ളി ചാടുക വേണേലും ചെയ്യും. അപ്പൊ അമ്മയോ? ഭാവനയുടെ കൂടെ ചേർന്ന് ഡാൻസും കളിക്കും. സത്യാണോ? ഇനിയൊരുത്തനുണ്ട്,
ആ അവൻ ചിരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ, ഇന്ന് നിനക്ക് കാണാൻ പറ്റും. വെറുതെ ചിരിക്കല്ല, പൊട്ടി പൊട്ടി ചിരിക്കായിരിക്കും. ഇല്ല, ആന്റി വെറുതെ കള്ളം പറയല്ലേ. സത്യമാടി, അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ പിക്നിക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയപ്പോ. അത്രയ്ക്കൊന്നുമില്ല, എന്ന് വേണേലും നടക്കും. പക്ഷെ ഇന്ന് എന്റെ സൂത്രം ഫലിക്കില്ല. കൂടെ സന്തോഷിക്കാന്നല്ലാതെ വഴക്കുണ്ടാക്കാൻ പറ്റില്ല. ശരിക്കും ആ പിക്നിക്കില് അത്രയ്ക്കും എൻജോയ്മെന്റ് ഉണ്ടാവോ? വാക്കുകൾ കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാ. ചെന്ന് നോക്ക്, നിനക്ക് മനസ്സിലാകും. എല്ലാരും ആടിപ്പാടി ആഘോഷമായിരിക്കും. ആരും ആർക്കും തടസ്സമാവില്ല. അവരവരുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാം. അവരവർക്ക് ഇഷ്ടമുള്ളത് പറയാം. ഫാമിലി ഹോളിഡേ എന്ന് നിന്റെ അമ്മാവൻ ഇതിനൊരു പേരും വെച്ചിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാവോ? എന്നാ പിന്നെ എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിന് പോണോന്ന് പറയാലോ. ആ, അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. എന്നാ പിക്നിക് യുദ്ധഭൂമിയായി മാറും. എല്ലാരും പിന്നെ ദേഷ്യത്തോടു കൂടിയായിരിക്കും കാണുക. പിന്നെ തിരികെ വരുന്ന നീ കരഞ്ഞോണ്ടായിരിക്കും. അപ്പോ പിന്നെ ഇതെന്ത് പിക്നിക്കാണ്? അതുകൊണ്ടല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേ. വരില്ല എന്ന് പറയുന്നതല്ലാതെ ശരിക്കും ആന്റി വരില്ലെന്നുണ്ടോ? ഞാൻ വരണ്ടാന്ന് തന്നെയാ കരുതുന്നേ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഏട്ടൻ നിർബന്ധിക്കുക. നമുക്ക് പോയാലോ? എന്തിനാ ലേറ്റ് ആക്കുന്നേ? എന്തു പറയാനാ, വർഷാവർഷം ഇതൊരു വേദനയായിട്ട് മാറിയിരിക്കുക. ഇന്നത്തെ ദിവസം നല്ലതല്ല. വാ. ഡാഗിലെ, എന്ത് വന്നാലും നമ്മുടെ പ്ലാൻ മിസ്സാവരുത്. അതിന് ചാൻസേ ഇല്ല ഏട്ടാ. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ആ, അച്ഛനമ്മയും വരുന്നുണ്ട്. ഓ, ആ വാച്ചാ, വാമേ. അച്ഛാ, നിങ്ങൾ രണ്ടുപേരും ആ കാറിൽ കയറിക്കോട്ടോ. എടാ ഭാസ്കർ, ഇന്നത്തേക്ക് ഞാൻ ഡ്രൈവ് ചെയ്യട്ടെടാ. അയ്യോ, ഇതാ ഏട്ടാ, കൊടുക്ക. ഇതാ അച്ഛാ. താങ്ക്സ് മോനെ. അമ്മ പോയി ആ കാറിൽ കയറിക്കോ. ചെല്ലമ്മേ. വാ ജയന്തി, വാ. പ്ലാൻ സൂപ്പർ ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇപ്പോഴേ നിങ്ങൾ കൊച്ചു പയ്യനെ പോലെ ആവാൻ തുടങ്ങിയോ? അല്ലാതെ പിന്നെ. ആ ഇളയമേ, കാർത്തികേ, വാ, വാ. അയ്യോ, ഇളയമേ, അങ്ങോട്ട് പോലെ. നിങ്ങൾ രണ്ടുപേരും ആ കാറിലോട്ട് കയറിക്കോ. കാർത്തിക, നീ ഇളയമ്മയുടെ കൂടെ പോയി ആ കാറിലിരിക്കെ. അതെന്തിനാ അഖിൽ? അല്ല, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ക്ലോസ് അല്ലേ? കൂട്ടുകൂടലെന്ന് പറഞ്ഞതോ? അതൊന്നും കുഴപ്പമില്ല എന്റെ ഇളയമ്മേ. ഒന്ന് ചെല്ല്. ഓ, അങ്ങോട്ട് കയറിക്കോ. ഓടി അങ്ങോട്ട് ചെല്ല്, വേഗം ചെല്ല്. ഏട്ടാ, Done. രണ്ടുപേരും ചേർന്ന് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ത് പ്ലാൻ ആയിരിക്കും? മോളെ സുമംഗലി, സന്തോഷത്തോടെ ഇരിക്കേ. അത് തന്നെയാ എനിക്കില്ലാത്തത്. എനിക്ക് മാത്രം രണ്ടാം കല്യാണം നടത്തി തരില്ല. ഏട്ടന്റെ അനിയത്തി എപ്പോഴും സന്തോഷായിട്ട് തന്നെ ഇരിക്കുന്നേ. ഇന്ന് നോക്കിക്കോ, ഏട്ടത്തിയുടെ സന്തോഷം ഇരട്ടിയാകും. വിവരല്ലാത്ത ഏട്ടത്തി. ഹേയ് അനുകൃതി, വാ 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 വാ. ഭാവന, വാ മക്കളെ. നീ പുറകെ പോയിരുന്നു കേട്ടോ. അനുകൃതി, കേറിയിരിക്കും. മക്കളോ? വാ മോളെ. ചെല്ല്. എടുത്ത് ഇവിടെ കയറി. ഇളയമേ, ഇന്ന് അനുവിനെ നോക്കേണ്ടത് ഇളയമയാ. കാർത്തികേ, കീർത്തിയെ നീ നോക്കിക്കോണം കേട്ടോ. ഓക്കെ അല്ലേ? മക്കളെ കയറിക്കോ. കുട്ടികളെ ഇങ്ങോട്ട് വിട്ടിട്ട് ഇവർക്ക് അവിടെ എന്താ പരിപാടി? എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ആന്റി. ഇവര് കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എടി, ഒന്ന് നേരെ ഇരിക്കേ. ഓരോ ഇടാകൂടം നേരെ ഇരിക്കും. അഖില, അഭിയും ബസും വരുന്നുണ്ട് കേട്ടോ. നീ പോയി ഡ്രൈവിംഗ് സീറ്റിലിരിക്കും. ഉണ്ണി, ഇങ്ങ് വന്നേടാ മോനെ, വാ.
ചേട്ടാ ഒന്ന് പുറകിലിരിക്കാമോ? എപ്പോഴും നീയല്ലേ ഫ്രണ്ട് ഇരിക്കുന്നേ. ഇന്ന് ഞാനൊന്നിവിടെ ഇരുന്നോട്ടെ റാബി, നീ ബാക്കി ഇരുന്നോ? എന്താ ഏട്ടാ കൊച്ചു പിള്ളേരെ പോലെ പുറകോട്ട് വന്നിരിക്കേ.